അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന കല്യാണത്തെക്കുറിച്ച്, ധൂർത്തടി പോലത്തെ കല്യാണത്തെക്കുറിച്ച് ഉസ്താദിനോട് ഉസ്താദിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഉസ്താദിന്റെ അഭിപ്രായം ഒന്ന് കണ്ടാലോ? സത്യത്തിൽ പറഞ്ഞ നിലവിലെ കല്യാണങ്ങൾ ധൂർത്തടിയാണ്, അമിത വ്യയയാണ്. ഇതൊക്കെ ഇസ്ലാം വെറുക്കുന്നതാണ്. ഇസ്രാഫിനെ കുറിച്ചിട്ട് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന് ഖുർആനിൽ കാണാം. ഇസ്രാഫ് ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഇസ്രാഫിലൂടെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിക്കുകയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതുകൊണ്ട് വലിയ ധൂർത്തൊന്നുമില്ലാതെയായിരിക്കണം കല്യാണം കഴിക്കേണ്ടത്. കല്യാണത്തിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒന്നാമത്തേത് മഹർ. മഹറിൻ്റെ കാര്യത്തിൽ നമുക്കിന്നറിയാം സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂടിയത്. ഇന്ന് വികസിത് ഭാരത് എന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചത് അത് 2047 വരുന്ന ഒരു കാര്യമാണ്, വികസിത് ഭാരത് എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ആളുകളുടെ കയ്യിൽ പൈസകൾ കുറവാണ്. എല്ലാവരും പാപ്പരത്വത്തിൻ്റെ അങ്ങേയറ്റത്താണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പണം മുടക്കി കടം മേടിച്ച് കല്യാണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. മഹർ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് മഹറെടുത്ത് കല്യാണം നടത്തുക, അതിന് വലിയ ബറക്കത്തുണ്ടാകും. രണ്ടാമത്തേത് വലീമ. വലീമയുടെ പേരിൽ പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കുക, അതിൽ പലതും വേസ്റ്റാക്കുക എന്ന രൂപമാണ് ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഇതിനെ കർശനമായി വിരോധിക്കുന്നുണ്ട്. ഇതും വെടിയണം. മൂന്നാമതായി കല്യാണത്തിൻ്റെ ശേഷമുള്ള കാര്യം, അത് നല്ല സന്തോഷത്തോടു കൂടെയായിരിക്കണം. മവദ്ദത്തും റഹ്മത്ത്, അള്ളാഹുവാണ് ഇത് നമ്മളിൽ നിന്നുണ്ടാക്കുന്നത്. അപ്പോൾ എന്നും ഖുർറത്ത് ഐനായ, നമ്മുടെ കൺകുളിർമയേക്കുന്ന ഭാര്യ എനിക്ക് തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഇതിലൂടെ നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ലതാകും. അള്ളാഹു തആല നമുക്ക് കിട്ടാനുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ള ആണിനെ എല്ലാം നല്ലവരായി അള്ളാഹു ആക്കി തീർക്കട്ടെ. നല്ല വധുക്കളെ മാത്രം അള്ളാഹു തആല, അനുയോജ്യമായവരെ മാത്രം അള്ളാഹു സർവർക്കും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.